മുഹമ്മദ് ഖാസിം, ഇതുവരെയും ഈ പ്രതികളെ കണ്ടെത്തിയിട്ടില്ല. പ്രതികളെക്കുറിച്ചുള്ള പരാമർശം മാത്രമാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. മെറ്റയെ വരെ പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. വാട്സപ്പിലും ഫേസ്ബുക്കിലും സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി പലരുടെയും ഫോണുകൾ പിടിച്ചെടുത്തു. നീതിപൂർവകമല്ല അന്വേഷണമെന്ന് കോടതിയിൽ നേരത്തെ താങ്കൾ എടുത്ത നിലപാടിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ മുഹമ്മദ് ഖാസിം? തീർച്ചയായിട്ടും കോടതിയിൽ ഇത് സമീപിക്കേണ്ട സാഹചര്യം നിങ്ങൾക്ക് മീഡിയാസിനൊക്കെ അറിയാം. നിലവിൽ 5 പ്രാവശ്യമാണ് ഞാൻ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. DYSPക്ക് പരാതി കൊടുത്തു, DGPക്ക് പരാതി കൊടുത്തു, SPക്ക് CIക്കും ഒക്കെ പരാതി നൽകിയിട്ടും ഒരു അന്വേഷണം നടക്കാത്ത സാഹചര്യം. 1 മാസത്തോളം ഈ കേസിനെ നീട്ടിവലിച്ചു കൊണ്ടുപോകാനാണ് പോലീസ് ആഗ്രഹിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് ഈ കേസിൽ കാണിക്കുന്ന നിഷ്ക്രിയത്വം കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ കേസ് അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാനോ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം പോലും കേസ് ഡയറി ഹാജരാക്കാൻ വേണ്ടി പോലീസിനോട് ആവശ്യപ്പെട്ടിട്ട് സമയം നീട്ടി നൽകാൻ വേണ്ടിയിട്ടാണ് കോടതിയിൽ സമീപിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് പോലീസിൽ ഒരു വിശ്വാസവും ഞങ്ങൾക്കില്ല എന്ന് ഞങ്ങൾ കൃത്യമായി പറയുന്നത്. കാരണം ഈ കേസ് കൃത്യമായി പോലീസിനെ കൊണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ സാഹചര്യം എന്ന് പറയുന്നത് നിലവിലെ റിബേഷ് അടക്കമുള്ള ആളുകളുടെ അഡ്രസ്സോ കാര്യങ്ങളോ പോലീസ് എന്താക്കിയിട്ടില്ല. ഈ പരാതിയിൽ എവിടെയെങ്കിലും FIRലോ അല്ല ഈ അഫിഡവിറ്റിൽ എവിടെയെങ്കിലും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ റിബേഷ് അടക്കമുള്ള ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഏതറ്റം വരെയുള്ള ഇതാണ് അതിനകത്ത് ഏറ്റവും പ്രസക്തമായ കാര്യം. പോലീസ് ഒരു അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുക്കുന്നു. അതിൽ പ്രതിസ്ഥാനത്തെന്ന് സംശയിക്കുന്നയാൾ, അയാളെക്കുറിച്ചുള്ള ബാക്കി വിവരങ്ങൾ പോലും അന്വേഷണ റിപ്പോർട്ടിലില്ല. റിബേഷ് രാമകൃഷ്ണൻ ഇത് ഇദ്ദേഹം തന്നെയാണോ എന്ന് നമുക്ക് തന്നെ സംശയമുണ്ടാവുന്ന രീതിയിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് പോലീസ് കൊടുക്കുന്നു. ഇതൊക്കെ രാഷ്ട്രീയ ബന്ധം കൊണ്ടാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചാൽ അതിന് പ്രതിരോധം തീർക്കുക അത്ര എളുപ്പമല്ല ലിജീഷ്.